വ്യക്തിപരമായ മികവോ കഴിവോ നേതൃപാടവമോ അല്ല, മറിച്ച് കെ എം മാണിയുടെ മകൻ എന്നുള്ളത് തന്നെയാണ് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ മേൽവിലാസം എന്ന് പറയുന്നത്. അദ്ദേഹം ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ രാഷ്ട്രീയ മേൽവിലാസവും എല്ലാ ഘട്ടത്തിലും മാണിയുടെ പാർട്ടി എന്നത് തന്നെയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് കെ എം മാണിയെ ഏറ്റവും അധികം വേട്ടയാടിയ ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചപ്പോൾ കേരളത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും നേരിയ നേട്ടങ്ങൾ കൈവരിക്കാനായെങ്കിലും സ്വന്തം തട്ടകമായ പാലായിൽ ജോസ് കെ മാണിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒന്നും രണ്ടും വോട്ടിനല്ല, 15,000-ലധികം വോട്ടിനാണ് മാണി സി കാപ്പൻ എന്ന UDF സ്ഥാനാർത്ഥി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത്. പാലാ കഴിഞ്ഞാൽ തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അവകാശപ്പെടുന്ന കടുത്തുരുത്തി സീറ്റിലും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് UDFിൽ നിന്ന് LDFിലേക്ക് ചുവടുമാറിയപ്പോൾ അവരുടെ അടിസ്ഥാന വോട്ടുകൾക്ക് ശോഷണം സംഭവിച്ചു എന്നതിൻ്റെ കൃത്യമായ തെളിവാണ്. നമുക്കറിയാമല്ലോ, 2021 ജോസ് കെ മാണിയുടെ വിഭാഗം LDFിൻ്റെ ഭാഗമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഭരണത്തിൽ പങ്കാളികളാകുവാൻ അവർക്ക് സാധിച്ചു. കേരള നിയമസഭയിൽ 5 MLA-മാരെ നേടിയെടുക്കുവാൻ അവർക്ക് സാധിച്ചു. ഇതിൻ്റെ ഫലമായി റോഷി അഗസ്റ്റിന് കഴിഞ്ഞ 4.25 വർഷമായി മന്ത്രി പദവി അലങ്കരിക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിട്ടുള്ളത്. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സിറ്റിംഗ് MP ആയിരുന്ന തോമസ് ചാഴികാടൻ 80,000-ലധികം വോട്ടുകൾക്കാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജിനോട് പരാജയപ്പെട്ടത്. ആ ഘട്ടത്തിലും പാലായും കടുത്തുരുത്തിയും അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ തോമസ് ചാഴികാടനേക്കാൾ ബഹുദൂരം വോട്ട് കണക്കിൽ മുന്നിലെത്തിയത് ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു എന്നുള്ളത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് കൂനിന്മേൽ കുരു പോലെയാണ് എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. ഏറ്റവും ഒടുവിലായി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോഴും ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെയും രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. 1200-ലധികം സീറ്റുകളിൽ മത്സരിച്ച് കേവലം 250-ന് മുകളിൽ സീറ്റുകളിൽ മാത്രമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിൻ്റെ പകുതി മാത്രം സീറ്റുകളിൽ മത്സരിച്ച UDFിൻ്റെ ഭാഗമായ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇതിലേറെ സീറ്റുകൾ നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിൽ ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും രാഷ്ട്രീയ പ്രസക്തിയെക്കുറിച്ചും രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ CP റാഷിദ് ജോസ് കെ മാണിയുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും ഭാവി സംബന്ധിച്ച് ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുള്ള പ്രവചനമാണ്. CP റാഷിദ് എന്ന മലബാർ സ്വദേശിയായ യുവാവ് കേരളത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് തെരഞ്ഞെടുപ്പ് ഫലപ്രവചനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആധികാരികമായ ഒരു കഴിവ് ഉപയോഗിച്ചാണ്. പലപ്പോഴും വോട്ട് കണക്കിൻ്റെയും വോട്ട് പെർസെൻറ്റേജിൻ്റെയും സീറ്റുകളുടെ എണ്ണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ റാഷിദ് ഇന്ത്യയിലെയും സംസ്ഥാനത്തെയും നിരവധി തെരഞ്ഞെടുപ്പുകളുടെ ഫലം വളരെ കൃത്യതയോടുകൂടി പ്രവചിക്കുമ്പോൾ അതിന് വാർത്താ മാധ്യമങ്ങളടക്കം ഇപ്പോൾ വലിയ പ്രാധാന്യം നൽകാറുണ്ട്. അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ CP റാഷിദിന് വലിയ രീതിയിലുള്ള ഡിമാൻഡാണ് ലഭിക്കുന്നത്. റാഷിദിൻ്റെ ഫലപ്രവചനങ്ങളുടെ ആധികാരികത ഉറപ്പിക്കുന്നത് കേവലം സീറ്റുകളുടെ എണ്ണം മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് ശതമാനം വരെ അദ്ദേഹം കൃത്യമായി പ്രവചിക്കാറുമുണ്ട്. ഇത്തരത്തിലൊരു പ്രവചനമാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് CP റാഷിദ് നടത്തിയിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ പെർഫോമൻസ് അവലോകനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ഈ പ്രവചനം ആരംഭിക്കുന്നത്. ശക്തമായ ഇടതു തരംഗം ആഞ്ഞു വീശിയിട്ടും മത്സരിച്ച 12 സീറ്റുകളിൽ കേവലം 5 മാത്രമാണ് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞതെന്ന് ഒരു പോരായ്മയായി റാഷിദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ തന്നെ റാന്നിയിലെ 1300 വോട്ടിൻ്റെ നേരിയ ഭൂരിപക്ഷവും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ്റെ ഭൂരിപക്ഷത്തിലുണ്ടായിട്ടുള്ള കുത്തനെയുള്ള ഇടിവും പൂഞ്ഞാറിലെ ത്രികോണ മത്സരത്തിൻ്റെ സവിശേഷ സാഹചര്യവും റാഷിദ് കൃത്യതയോടുകൂടി തന്നെ വിശകലനം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ റാഷിദ് പറഞ്ഞു വെക്കുന്നത് ഏകദേശം 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആധികാരിക വിജയം നേടാൻ കഴിഞ്ഞത് എന്നാണ്. ഇത് കാഞ്ഞിരപ്പള്ളിയും ചങ്ങനാശ്ശേരിയും ഉൾപ്പെടെയുള്ള കോട്ടയത്തെ 2 മണ്ഡലങ്ങളാണ്. ഇക്കാരണങ്ങൾ അവലോകനം ചെയ്ത് റാഷിദ് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കുകൾ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതാണ്. അതായത് ഇടതുമുന്നണിയിലേക്ക് ചുവട് മാറിയിട്ട് ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ഷിഫ്റ്റ് ഉണ്ടാക്കുവാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ജോസ് കെ മാണി പ്രതിനിധാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് എം എന്നാണ് CP റാഷിദ് ചൂണ്ടിക്കാട്ടുന്നത്.
എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി വിഭാഗം ഇടതുമുന്നണിയിലേക്ക് എത്തിയിട്ടും അവിടെയുള്ള വോട്ടുകൾ വർദ്ധിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് റാഷിദിൻ്റെ വിശകലനം. ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുമുന്നണിയിലേക്ക് എത്തിയതിൻ്റെ ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത് ചില സീറ്റുകളിൽ അവർക്ക് മാത്രമാണ്. എന്നാൽ ഇടതുമുന്നണിക്ക് ജോസ് കെ മാണിയുടെ പാർട്ടിയെ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വോട്ട് കണക്കുകൾ വ്യക്തമാക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ റാഷിദ് പറയുമ്പോൾ ആ കണക്കിൽ ആധികാരികതയുണ്ട് എന്ന ഒരു വിശ്വാസ്യത നമുക്കുണ്ടാവേണ്ടതാണ്. CPM ജോസ് കെ മാണിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമ്പോഴും ഇതേ വിമർശനങ്ങൾ തന്നെയാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPI പലയിടത്തും ഉയർത്തിയിട്ടുള്ളത് എന്നത് ഈ ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധേയമാകുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കണക്കും റാഷിദ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ, അതായത് കേരളത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ അഭാവം കോൺഗ്രസിന് വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ ഇടിവൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന്. കോൺഗ്രസിനും UDFനും എന്ന് വേണമെങ്കിൽ ഈ കാര്യത്തെ നമുക്ക് വിലയിരുത്താം. അതായത് ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ അദ്ദേഹത്തിനൊപ്പം അടിയുറച്ചു നിന്നിരുന്ന അടിസ്ഥാന കേരള കോൺഗ്രസിൻ്റെ UDF വോട്ട് ബാങ്കുകളിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് റാഷിദിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇത് കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനത്തെ ബാധിച്ചിട്ടില്ല എന്ന് റാഷിദ് പറയുമ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ പലരും ഇപ്പോൾ ആത്മാർത്ഥതയോടുകൂടി ജോസ് കെ മാണിയെ ക്ഷണിക്കുന്ന ആ ഒരു പ്രവണതയുടെ ആവശ്യമില്ല എന്നുകൂടിയാണ് റാഷിദ് പറയാതെ പറഞ്ഞു വെക്കുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ രാഷ്ട്രീയ ഭാവി എന്താകും എന്ന സൂചനയും റാഷിദ് ഈ പ്രവചനത്തിലൂടെ നൽകുന്നുണ്ട്. ഒരുപക്ഷേ 3 മാസത്തിനപ്പുറം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ജോസ് കെ മാണിയുടെ പാർട്ടി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്, അതായത് അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്കൊപ്പം ഉള്ള ഒരു നിരയിലേക്ക് താഴ്ന്നു പോയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് റാഷിദിൻ്റെ പ്രവചനം. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് നിയമസഭയിലേക്ക് പരമാവധി മത്സരിക്കുവാൻ കിട്ടുന്നത് ഒരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി വിജയിക്കുവാൻ കഴിയുന്നതും ഒരു സീറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ, അതായത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നിയമസഭയിലെ പ്രാതിനിധ്യം ഒരു സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് റാഷിദ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നിലവിലുള്ള 5 സിറ്റിംഗ് സീറ്റുകളിലും ജോസ് കെ മാണിയുടെ പാർട്ടി വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടുന്നത്. പാലായിൽ ജോസ് കെ മാണി വീണ്ടും ഒരിക്കൽ കൂടി മത്സരത്തിനിറങ്ങിയാലും അദ്ദേഹത്തിന് തീരെ വിജയസാധ്യതയില്ല എന്ന് വിലയിരുത്തുന്നുണ്ട്. അതിപ്പോൾ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണി മത്സരത്തിനിറങ്ങിയാലും അവിടെ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മോൻസ് ജോസഫ് മത്സരിക്കുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് വലിയ സാധ്യതകളൊന്നും ഒരു രാഷ്ട്രീയ നിരീക്ഷകരും കൽപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ഇടുക്കി സീറ്റിൽ റോഷി അഗസ്റ്റിൻ്റെ വ്യക്തിപ്രഭാവം ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിനെ വിജയത്തിലേക്ക് അടുപ്പിച്ചേക്കാമെങ്കിലും മറ്റ് 4 സീറ്റുകളിലും, അതായത് പ്രമോദ് നാരായണൻ പ്രതിനിധാനം ചെയ്യുന്ന റാന്നിയിലും ജോബ് മൈക്കിൾ പ്രതിനിധാനം ചെയ്യുന്ന ചങ്ങനാശ്ശേരിയിലും N ജയരാജ് പ്രതിനിധാനം ചെയ്യുന്ന കാഞ്ഞിരപ്പള്ളിയിലും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പ്രതിനിധാനം ചെയ്യുന്ന പൂഞ്ഞാറ്റിലും കാര്യങ്ങൾ അവർക്ക് പ്രതികൂലം തന്നെയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിയാലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിയാലും ജോസ് കെ മാണിയുടെ പാർട്ടി MLAമാരുള്ള 5 നിയോജക മണ്ഡലങ്ങളിലും അവരെ ഏറെ ദൂരം പിന്നിലാക്കുവാൻ UDFൻ്റെ സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. UDFൻ്റെ വോട്ട് ഷെയറിന് കഴിഞ്ഞിട്ടുണ്ട്. കൃത്യതയായ സ്ഥാനാർത്ഥി നിർണയവുമായി UDF മുന്നോട്ട് പോയാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അസ്തിത്വം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലായ്മ ചെയ്യപ്പെടും എന്നുള്ള ഒരു പൊതുബോധം തന്നെയാണ് റാഷിദും തൻ്റെ പ്രവചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. പക്ഷേ റാഷിദിൻ്റെ കണക്കുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആധികാരികതയുണ്ട്. ഇടതുമുന്നണിയിലേക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യുവാൻ കഴിയാത്ത ഒരു പാർട്ടിയായി ജോസ് കെ മാണിയുടെ പാർട്ടി മാറി എന്ന നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ അഭാവം മധ്യ കേരളത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിൽ ഇടിവൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന കൃത്യതയാർന്ന നിരീക്ഷണവും അദ്ദേഹം ഇതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ 2026 എന്ന പുതുവർഷം ജോസ് കെ മാണിക്കോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ശോഭനമായ ഒരു ഭാവി ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കില്ല എന്ന് ഏറെക്കുറെ തീർച്ചപ്പെടുത്തി തന്നെ പറയുവാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് കേരളത്തിൽ ഇന്ന് നിലവിലുള്ളത്. ഇനി ഒരുപക്ഷെ UDFിലേക്ക് ചുവട് മാറിയാലും ജോസ് കെ മാണിക്ക് വലിയ ഭാവിയൊന്നും ഇല്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ജോസ് കെ മാണിയുടെ UDFിലേക്കുള്ള വരവിനെ കോൺഗ്രസ് നേതാക്കളും ലീഗ് നേതാക്കളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനെ മുൻപിൽ നിന്ന് പ്രതിരോധിക്കുവാൻ തന്നെയാണ് PJ ജോസഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും തീരുമാനം. കോൺഗ്രസിലെ വലിയൊരു വിഭാഗം അണികളും, പ്രത്യേകിച്ച് പാലാ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി മേഖലയിലുള്ള കോട്ടയം ജില്ലയിലുള്ള അണികളും ജോസ് കെ മാണിയുടെ കടന്നുവരവിനെ, UDFിലേക്കുള്ള കടന്നുവരവിനെ പ്രതിരോധിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്.
അങ്ങനെ സംഭവിച്ചാൽ ജോസ് കെ മാണിയുടെ പാർട്ടി UDFൽ എത്തിയാൽ പോലും അവർക്ക് അർഹമായ പല സീറ്റുകളും നൽകുവാൻ ഈ ഘട്ടത്തിൽ മുന്നണിക്ക് സാധിക്കുകയില്ല. ഇനി ഏതെങ്കിലും സീറ്റുകൾ അത്തരത്തിൽ വിലപേശി വാങ്ങിയാൽ പോലും അവിടെ പ്രവർത്തകരുടെ വിരോധം മൂലം, അതായത് കോൺഗ്രസ് പ്രവർത്തകരുടെ വിരോധം മൂലം പരാജയ സാധ്യതകളും ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും അവർ നേരിടുവാൻ സാധ്യതയുണ്ട്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.